കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാവർക്കും വന്ദനം. ഈ രാത്രിയിൽ തുടർന്ന് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. റോമാലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 12 മുതൽ 21 വരെയുള്ള വേദഭാഗം നമുക്ക് തുടർന്ന് വായിക്കുകയും ആ വേദഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. Let us all turn our attentions to Epistle of Romans chapter 5. We will today focus on verses 12 to 21. We may not be able to exposit that passage in great detail, but let's try how much we can study from that passage this evening. Let us all sit in God's presence with an attitude of prayer. And please read chapter 5, 12 to 21. അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തമാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. സ്തോത്രം. നമ്മൾ ഈ വേദഭാഗത്ത് നിന്ന് റോമാലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. 5-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ നമ്മൾ കണ്ടു. നീതീകരണത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് 6-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ആ വേദഭാഗത്ത് നമ്മൾ കണ്ടു, നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമ്മൾക്ക് നാം നിൽക്കുന്നതാകുന്ന കൃപയിലേക്ക് പ്രവേശനമുണ്ട്. ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ നമ്മൾ പ്രശംസിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ കഷ്ടങ്ങളിലും നമ്മൾ പ്രശംസിക്കുന്നു. നമ്മൾ ക്രിസ്തു മുഖാന്തരം രക്ഷിക്കപ്പെടും. മാത്രമല്ല, നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. ഈ 6 കാര്യങ്ങളാണ് ആ റോമാലേഖനം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നീതീകരണത്തിൻ്റെ ദൈവമക്കൾ അനുഭവിക്കുന്ന ഫലം. കൃപയാൽ വിശ്വാസത്താൽ ദൈവം നമ്മെ നീതീകരിച്ചതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്നതാകുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് പൗലോസ് അവിടെ പറയുകയാണ്. So in chapter 5, beginning with verse 1 to 11, we have seen the fruits of justification, and we have seen at least 6 of them. And in this passage, Paul continues, therefore, just as sin came into the world through one man, and death through sin, and so death spread to all men because
all sinned. So, verse 12 shows us that next passage, beginning with verse 12 through to 21, is connected with the preceding paragraph. And because there is a word, therefore, we know there is a link between these two passages. And why Paul is connecting this passage? Because in the previous passage we have seen, it was through Christ, one man, that we experience salvation and justification only because of Jesus Christ. We have seen it was through Jesus Christ. Through Jesus Christ. That is the thing, that is the, that's what we read in those 11 verses. അപ്പോൾ ആദ്യത്തെ ആ 11 വാക്യങ്ങളിൽ നമ്മൾ കണ്ടു, യേശു ക്രിസ്തുവിലൂടെ നാം കൃപയാൽ ആ വലിയ നീതീകരണം എന്നുള്ള ദൈവത്തിൻ്റെ ആ വലിയ ദാനം നമ്മൾ പ്രാപിച്ചപ്പോൾ, ക്രിസ്തു എന്ന ഒരു വ്യക്തിയിലൂടെ ആ സകല അനുഗ്രഹങ്ങളും നമ്മിലേക്ക് വരികയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ആ മുകളിലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, രക്ഷയും ദൈവത്തോടുള്ളതാകുന്ന നിരപ്പും ഇതെല്ലാം തന്നെ നമ്മുടെ കർത്താവിൽ കൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. So Paul has just said that it is only through Jesus Christ, a single person, that we experience justification and all the blessings connected with God justifying us. So when Paul, just as he wrote that passage, that thesis or that proposition immediately prompts the question, how just one man's sacrifice has got such a benefit, or how does it function? Just one man, because just one man sacrificed himself, that he brought such a blessing upon so many people. So, in other words, how does so many owe so much to one person? Or how can an action of a man, a single man, can affect many people for good or bad? So that is the question. So how can one man be the cause of blessing to so many people? How can that happen? So Paul connects that. മുകളിൽ പറഞ്ഞ വേദഭാഗങ്ങൾ നമ്മൾ കണ്ടു, യേശു ക്രിസ്തുവിൽ കൂടെയാണ് നമ്മളിതെല്ലാം അനുഭവിക്കുന്നത്. നമ്മൾ വായിക്കുന്നു, നമ്മുടെ രക്ഷയും നമ്മുടെ നീതീകരണവും ദൈവത്തോടുള്ളതാകുന്ന നമ്മുടെ നിരപ്പും ഇതെല്ലാം യേശു ക്രിസ്തുവിലൂടെയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയിലൂടെ, അല്ലെങ്കിൽ ക്രിസ്തുവെന്ന ഏകനിലൂടെ എങ്ങനെയാണ് അനേകർക്ക് ഈ അനുഗ്രഹങ്ങൾ വരുന്നത്? അതുകൊണ്ടാണ് ഈ 11ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന ആ കാര്യം പൗലോസ് അടുത്ത വാക്യത്തിൽ അതിനെ കണക്ട് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രത്യേക പദം, അതുകൊണ്ട് ഏക മനുഷ്യനാൽ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി അത് അനേകർക്ക് നന്മയായിട്ടോ ദോഷമായിട്ടോ ഭവിക്കാം എന്നുള്ളതാകുന്ന ആ ഒരു കാര്യമാണ് പൗലോസ് തുടർന്ന് ഈ വേദഭാഗത്ത് പറയുന്നത്. So
ഈ കാര്യം പറയുമ്പോൾ നിശ്ചയമായിട്ടും പൗലോസിൻ്റെ ആ എബ്രായ പാരമ്പര്യം അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മളതിനെക്കുറിച്ച് ചില വേദഭാഗങ്ങൾ പിന്നീട് ചിന്തിക്കുന്നതായിരിക്കും. സോ വെൻ പോൾ മേക്സ് ദിസ് thesis, because when Paul writes, his arguments are so reasonable. He writes with so much of reasons, and he connects everything he writes with what he is proposing. He's always writing so logically, and that's the peculiarity of the epistles of Paul. പൗലോസിൻ്റെ ലേഖനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത, ഓഫ് കോഴ്സ് മറ്റ് ലേഖനങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്, എന്നാൽ പൗളിൻ്റെ ലേഖനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് താൻ പറഞ്ഞു വരുന്ന കാര്യങ്ങളെ വളരെ ലോജിക്കായിട്ട് കണക്റ്റ് ചെയ്ത് മുൻപോട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് പൗലോസ് നീതീകരണത്താൽ സംഭവിച്ചതാകുന്ന ആ നല്ല ഗുണങ്ങളെക്കുറിച്ച്, യേശുക്രിസ്തു മുഖാന്തരമാണ് നമുക്കിതെല്ലാം ലഭിച്ചതെന്ന് പറയുമ്പോൾ, യേശുക്രിസ്തു എന്ന ഒരു വ്യക്തി, ഒരു പേഴ്സണിൽ കൂടെ ഇത്രയധികം അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്? അതിൻ്റെ ഉത്തരമായിട്ടാണ് പോൾ ഈസ് ഇൻട്രൊഡ്യൂസിങ് ടു humanity, an old humanity which is in Adam and a new humanity which is in Christ. So there are two humanities here. രണ്ട് മാനവികതയാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ആദാമിൽ, മറ്റൊന്ന് ക്രിസ്തുവിൽ. അപ്പോൾ ആ കാര്യം പറയുവാനായിട്ട് പൗലോസ് ഈ വേദഭാഗം ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സോ വെൻ യു റീഡ് ദാറ്റ് പാസേജ്, that very text of the scripture divides itself into three parts. Number 1, verses 12 to 14. 12 to 14. In that first passage, Paul introduces Adam and Christ in verses 12 to 14. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ആദാമിനെയും ക്രിസ്തുവിനെയും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. രണ്ടാമതായിട്ട് in verses 15 to 17, Adam and Christ are contrasted. ആദ്യമായിട്ട് ആദാമിനെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും പറയുന്നു. അത് 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലാണെങ്കിൽ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ആദാമും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയുന്നു. നമ്മൾ when Paul uses the analogy of Adam, we shouldn't think that they have any comparisons or any positive comparisons. No. Paul only means Adam is the federal head of the old humanity, which is in guilt, sin and shame, whereas Jesus Christ is the federal head of the new humanity, which experiences forgiveness, justification and all the blessing of justification. So these two humanities are introduced in this passage. Just one man's action, how does it affect a whole lot of people? That is the thesis Paul is proposing here. അപ്പോൾ ഈ രണ്ട് വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി, ഒന്ന് ആദാമിൽ,
ആദാമിൽ എന്ത് സംഭവിക്കുന്നു, ആദാമിലുള്ളവരുടെ അവസ്ഥ എന്ത്, ക്രിസ്തുവിൽ എന്താണ്, ക്രിസ്തുവിലുള്ളവരുടെ അവസ്ഥ എന്ത്. അപ്പോൾ ഈ കാര്യം പറയുവാനായിട്ട് ആദാമിനെയും ക്രിസ്തുവിനെയും തമ്മിൽ യാതൊരു എന്താ പറയുന്നത് സാമ്യങ്ങളൊന്നുമില്ല. When Paul uses the analogy here, there is no comparison between the two, but he simply uses just for the purpose of introducing these two persons as the head of two humanities. രണ്ട് മാനവ കുലത്തിൻ്റെ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പിൻ്റെ തലവന്മാരായിട്ട് ഈ രണ്ട് വ്യക്തികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ അതിൽ കവിഞ്ഞ് ആദാമും ക്രിസ്തുവുമായിട്ട് അതിൽ കവിഞ്ഞ സാമ്യമൊന്നും വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. പോൾ നോട്ട് ഓൺലി യൂസസ് this analogy here, he also uses that in 1 Corinthians chapter 15 and beginning with verse 22. We may read that verse. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും, ഓരോരുത്തരും താൻ താൻ്റെ നിരയിലത്രേ. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. അപ്പോൾ പൗലോസ് അങ്ങനെയുള്ളതാകുന്ന ആ ഒരു അനാലജി അനേക സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദാമിൽ എന്തായിരുന്നു നമ്മൾ, ആദാമിൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് നമ്മൾ എന്ത് അനുഭവത്തിലേക്ക് വന്നു എന്നും ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാൽ നമ്മൾ ഏതവസ്ഥയിലേക്ക് വന്നു, ഈ കാര്യമാണ് പൗലോസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ആക്ഷൻ എങ്ങനെ മറ്റുള്ളവരെ ഗുണത്തിനായിട്ടോ ദോഷത്തിനായിട്ടോ അഫക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ when you look at this passage, we will study this one by one. Number one, we have seen in verses 12 to 14, Adam and Christ are introduced. In verses 15 to 17, Adam and Christ are contrasted. ആ വലിയ വ്യത്യാസം അവിടെ നമ്മൾ വായിക്കാം. In verses 18 to 21, Adam and Christ are compared. ആദാമിനെയും ക്രിസ്തുവിനെയും കമ്പയർ ചെയ്യുമ്പോൾ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ വായിക്കുന്നത്. ഓക്കെ, ഇനിയും നമ്മൾ ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വായിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം, ഏകൻ ആവർത്തിച്ച് പൗലോസ് പറയുക. അപ്പോൾ ആ ഒരു പദമാണ് മുകളിലത്തെ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ കൂടെ, ക്രിസ്തു എന്ന ഏകനിൽ കൂടെ നമുക്ക് രക്ഷയും നീതീകരണവും ലഭിച്ചു എന്ന് പൗലോസ് പറയുമ്പോൾ അതിൻ്റെ തുടർന്ന് ഉള്ള വിശദീകരണമാണ് 12 മുതലുള്ള വാക്യങ്ങളിൽ. ഏക മനുഷ്യനാൽ ഒന്നുകിൽ അനുഗ്രഹം അല്ലെങ്കിൽ ശാപം സംഭവിക്കാം. ആ കാര്യം പൗലോസ് ഇവിടെ പറയുക. നമുക്ക് ആ വേദഭാഗം ശ്രദ്ധിക്കുമ്പോൾ, ഇഫ് യു ലുക്ക് അറ്റ് ദാറ്റ് പാസേജ്, വി റീഡ് അബൌട്ട് 4 rains. REIGN, rain. 4 വാഴ്ചകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു, അല്ലെങ്കിൽ 4 രാജാക്കന്മാരെക്കുറിച്ച് നമ്മളവിടെ വായിക്കുക. വി ലുക്ക് അറ്റ് ദാറ്റ് പാരഗ്രാഫ്. വി റീഡ് ദ റെയിൻ ഓഫ് ഡെത്ത്. The reign of death. മരണം വാണു. Secondly, we read of the reign of sin. പാപം വാണു. മരണം വാണു, പാപം വാണു. And thirdly, we read of the reign of grace. കൃപ വാണു.
And fourthly, we read of the reign of life. ജീവൻ്റെ വാഴ്ച. പക്ഷെങ്കിൽ ആ ജീവൻ്റെ വാഴ്ച എന്ന് പറയുമ്പോൾ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം, നമ്മൾ അവിടെ ആ ജീവൻ നമ്മുടെ മുകളിൽ വാഴുന്നെന്നല്ല, നേരെ മറിച്ച് നാം ജീവനിൽ വാഴുമെന്നാണ് പൗൾ പറയുന്നത്. വി ആർ നോട്ട്. സോ വെൻ പോൾ tell us that there are at least 4 reigns. Reign of death. We were under death. Why? The reason why we were under death was because we were under the reign of sin. And that is why we were under the reign of death. And then the tables are turned. Paul says, we are under grace. Grace reigning over us. But when grace reigns over us, that fourth thing is, it is not simply that we are subjects in the kingdom, as though life is reigning over us. It is rather, we are reigning in life. We are reigning in life. So, we will see all these things along the way. നമ്മൾ മുൻപോട്ട് കടന്നു പോകുമ്പോഴേ ഈ 4 കാര്യങ്ങളും നമുക്ക് ഓരോന്നായിട്ട് കാണാനായിട്ട് കഴിയും. നമ്മൾ ഇന്ന് ആ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായിട്ട് നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ. ഒന്ന് വായിച്ചോളൂ. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. നോക്ക്, അപ്പോൾ ഒന്നാമതായിട്ട് പറയുകയാണ്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. So, it is entered through one man. That is, through his disobedience. Through the disobedience of one man. Paul says, death entered. Death. മരണം എന്ന ആ വാഴ്ച ഒരു മനുഷ്യൻ്റെ ഡിസൊബീഡിയൻസ് നിമിത്തം ഈ ഭൂമിയിലേക്ക് വന്നു. ആ ഡിസൊബീഡിയൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നുപോയാൽ ഇവിടെ പോൾ ഡസൻറ്റ് സ്പെൽ ഔട്ട് ദ റോൾ ഓഫ് ഈവ്. അതായത് ഹവ്വായുടെ റോളിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. പക്ഷെങ്കിൽ later on, Eve was also implicated, because in 2 Corinthians chapter 11 and verse 3 and 1 Timothy chapter 2 beginning with verse 13, Eve was also implicated by Apostle Paul. But here he doesn't spell out that, because he is only speaking about 2 federal heads. One head is Adam and another one is Christ, and that is why he doesn't speak about Eve here. ഹവ്വായെക്കുറിച്ച് ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നില്ലെങ്കിലും പിന്നീട് പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ, when you read that passage in the book of Genesis, we read about Eve being tempted by the serpent. And the first thing that we see there, did God really tell you this? ദൈവം വാസ്തവമായിട്ടും ഇത് നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ വാട്ട് ഈസ് ദ ആൻസർ ഓഫ് ഈവ്? എന്താ ഹവ്വ എന്താ അവിടെ പറയുന്നത്?
സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. There is an interesting thing there. The command of God was very clear that you shouldn't eat. You shouldn't eat. That was the command. But Eve said, you shouldn't even touch that. I many times wonder, where did Eve get this idea? I don't know if Adam told Eve, sometimes we use the trick. We use the trick here. If we want to go to a meeting at 6 o'clock, I usually tell 5:30 we have to leave. So, maybe that is the thing. ഇവിടെ ആദാം ഹവ്വായോട് ഒരു പക്ഷേ എന്നാ പറയാന്നറിയത്തില്ല. ഹവ്വ ഒരു കാര്യം പറയുന്നുണ്ട്, നീ തിന്നരുത്, തൊടുക പോലും. അപ്പം ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ എത്ര മണിക്ക് പോകണമെന്ന് പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പൊതുവെ നമ്മുടെ കാര്യം അങ്ങ് പറഞ്ഞേ, മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്. ഈ പലപ്പോഴും ഇവിടെ നമ്മൾ ഈ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുമ്പോൾ പറയാറുണ്ട്, നമ്മൾ 5:30 വെക്കാം, എന്നാലേ 6 തുടങ്ങാൻ പറ്റുള്ളൂ. See, we don't know what really happened there, but something. ഒരു കാര്യം, ആദ്യം പിശാച് വന്നിട്ട് പ്ലാനിൽ ചോദിച്ചു, ദൈവം വാസ്തവമായിട്ടും അത് പറഞ്ഞിട്ടുണ്ടോ? സോ he is throwing doubt. He is sowing the seeds of doubts in the mind of Eve. Did God really tell? Did God really tell? So ആ ഡൗട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ ആ ഡൗട്ടിനകത്ത് വഴിപ്പെട്ടെന്ന് മാത്രമല്ല, പിന്നെ ദൈവം പറഞ്ഞതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ടും തുടങ്ങി. ഓക്കെ, നമുക്ക് ആ സ്റ്റോറി എല്ലാം നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മളിവിടെ വായിക്കുന്ന ഒരു കാര്യം, പോള് പറയുന്ന കാര്യം, ഒരു മനുഷ്യനിൽ കൂടെ എന്തോ സംഭവിച്ചു, പാപം കടന്നു. ആ പാപത്തിലൂടെ എന്തോ കടന്നു, മരണം കടന്നു. മരണം കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാപം എന്ന ആ പദം, when Paul uses the term, he doesn't use sins. He only used the singular sin, meaning it is not the actions that he means here. Rather, the very sin nature in Adam. The very sin nature. ആ sin nature ആരിലേക്ക് വന്നു? എല്ലാവരിലും വന്നു. ഇല്ലേ? Look at verse 12. Therefore, just as sin came into the world through one man, and through sin, and so death spread to all men because all sinned. We sin because we are sinners. It is not that we become sinners by sinning, but it is the other way around. We sin because we are sinners. So how did we inherit that sin nature? Paul says it is through one man.
just one man sinned. Just one man disobeyed. And therefore, Paul says, all have sinned. ഇത് ഒരു എബ്രായ ചിന്തയാണ്. ആ എബ്രായ ചിന്ത എന്താ? നമ്മൾ വായിക്കുന്നുണ്ട് എബ്രായ ലേഖനത്തിൽ മൽക്കിസദേക്കിനെ കുറിച്ച് പറയുമ്പം ശാലേം രാജാവാകുന്ന മൽക്കിസദേക്ക് എന്ത് ചെയ്തു? അബ്രഹാമിനെ എതിരേറ്റ് ചെന്നു. അബ്രഹാം എന്ത് ചെയ്തു? മൽക്കിസദേക്കിന് ഒന്ന് വായിച്ചു. ഓക്കെ, സോ the thought here, it is a Hebrew thought, because in the Hebrew scriptures, if somebody has done something as a head of the family, then it is supposed that all have participated in that action. That is the Hebrew concept. For example, when Achan sinned, the Bible says Israel had sinned. അല്ലേ? ആഖാൻ പാപം ചെയ്തപ്പം യഹോവ പറയുന്നത് എന്നറിയാമോ? ഇസ്രയേൽ പാപം ചെയ്തെന്നാ പറയാം. ഒറ്റ മനുഷ്യനെ പാപം ചെയ്തുള്ളൂ. ഒറ്റ മനുഷ്യൻ പാപം ചെയ്തപ്പം ദൈവം പറയുക എല്ലാവരും പാപം ചെയ്തെന്ന്. പിന്നെ when you read about Melchizedek, Abraham was coming after defeating the enemies, and Melchizedek meets Abraham, and it is written, Abraham gave a tenth of everything. And we read in the book of Hebrews that when Abraham gave a tenth of every blessing to Melchizedek, the author of the epistle of Hebrews says, Levi gave the tithe to Melchizedek. Because when Abraham gave that tithe, Levi, he was there in the loins of Abraham. So when Abraham did something, it is considered that Levi had done the thing. So this is the kind of logic Paul is using here. Because when Adam sinned, all the posterity, എല്ലാവരും ആദാമിൽ നിന്നുള്ള ആദാമിൻ്റെ വംശപാരമ്പര്യത്തിലുള്ള എല്ലാവരിലേക്കും ആ സിൻ നേച്ചർ കടന്നു വന്നു. ഓക്കെ, നമ്മൾ ലെറ്റ് us read further. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. സോ എന്തുകൊണ്ട്? വൈ ഡെത്ത് റെയിൻസ് ഓവർ ഹ്യൂമാനിറ്റി? Paul says, because of sin. Why? Adam sinned, and therefore all have sinned. ആദാം പാപം ചെയ്തപ്പോൾ എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് പാപത്തിൻ്റെ ശമ്പളം, പാപത്തിൻ്റെ വേജസ് എന്ന് പറയുന്നത് മരണമാകൊണ്ട് എല്ലാവരിലും മരണം വ്യാപരിക്കുന്നു. കാരണം പാപം മുഖാന്തരമാണ് മരണം ലോകത്തിലേക്ക് കടന്നു വന്നത്. ആൻഡ് പോൾ സേസ് ഡെത്ത് ഈസ് ദർ everywhere. And somebody has rightly said, the world is a place of cemeteries. The world is a place of cemeteries. Why? Because all have sinned. How? In Adam. ഈ വേദഭാഗം
ആ നെക്സ്റ്റ് വേഴ്സ് നമ്മൾ കടന്നു വരുമ്പോൾ, ഇൻ വേഴ്സ് 13, പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. നോക്കുക, ഇവിടെ പൗൾ പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട ചിന്ത, ന്യായപ്രമാണം വരുന്നതിന് മുൻപേ പാപം ലോകത്തിൽ ഉണ്ടായിരുന്നു. പാപം ലോകത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ see in verse 13, for sin indeed was in the world before the law was given, but sin is not counted where there is no law. So that is the meaning. പാപം ലോകത്തിലുണ്ട്, എന്നാൽ there was no specific commandment until the law was given. Only when the law was given, there were specific commandments. Do this and don't do that. But even then, where there was no specific commandments to break, even then, death reigned. And the reformers call this passage the original sin. All have sinned. Everybody sinned. And death reigns over everyone. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ്, that is why when you read that verse in verse 14, yet death reigned from Adam to Moses. അവിടെ വായിക്കുന്ന ഒരു കാര്യം, എങ്കിലും, അപ്പം ന്യായപ്രമാണം ഇല്ലാതിരുന്നിട്ട് കൂടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു കമാൻഡ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു, എന്നിട്ട് കൂടെ എന്തു സംഭവിച്ചു? മരണം. ആൻഡ് വൈ? ബിക്കോസ് ഓഫ് ദ ഒറിജിനൽ സിൻ. ഈ ഒറിജിനൽ സിൻ എല്ലാവരിലുമുണ്ട്. അത് ജനിച്ചു വീഴുന്ന ഒരു കൊച്ചു കുഞ്ഞിലുമുണ്ട്, ഇല്ലേ? അടുത്ത സമയത്ത് മരിച്ചുപോയ കർത്താവിൻ്റെ ഭൃത്യൻ വോഡി ബോക്കം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. See, some people think children are so innocent. We call them cute, little cute angels. And he calls children, and we call children as little innocent angels. And that servant of the Lord says, God made them so little so that He won't kill you. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാ, നമ്മൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുന്നത് സോ ക്യൂട്ട് ലിറ്റിൽ ഇന്നസെൻറ്റ് ഏഞ്ചൽസ് എന്നല്ലേ പറയുന്നത്. ദൈവം ഇത്രയും അവരെ ചെറുതാക്കിയെന്തിനാണെന്നറിയാമോ? അവർ നമ്മളെ കൊല്ലാതിരിക്കാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ ദാസൻ പോൾ വാഷർ പറഞ്ഞ ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞിങ്ങനെ, ഒരു കുഞ്ഞിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, കൊച്ചു കുഞ്ഞാ, ആ കുഞ്ഞ് നമ്മുടെ കൈ കിടക്കുന്ന ആ ഷൈൻ ചെയ്യുന്ന വാച്ച് ഇങ്ങനെ പിടിക്കും. സി, ഇഫ് യു ഹോൾഡ് എ വെരി സ്മോൾ ചൈൽഡ്, വെരി സ്മോൾ ഇൻഫൻറ്റ്, that child will grab your watch like this. And one time you remove the hand of the child. Twice you did that. And thirdly, he will hold like this. And he says, if that little infant had the strength of a 25-year-old, he would have killed you right there and took your watch. ശരിയല്ലേ അത്?
Okay. And Woody Balkan said, why God made them so sweet and angelic. He said, so that we may not kill them. അതാ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു. അത്ര ക്യൂട്ടല്ലായിരുന്നെങ്കിൽ നമ്മളവരെ കൊല്ലും. അത്ര ചെറുതല്ലായിരുന്നെങ്കിൽ അവർ നമ്മളെ കൊന്നേനെ. നോ ഡൗട്ട്. ഒരു കൂട്ടി കിടന്ന് ഉറങ്ങാൻ പറ്റുമായിരുന്നു? പറ്റുകയില്ല. കൊന്നേനേയും. സി, അതൊരു ഫാക്റ്റാണ്. ഒരു ഫാക്റ്റാണത്. എന്താ ഫാക്റ്റ്? പാപം. ആ ഒറിജിനൽ സിൻ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പാപം നിമിത്തം, ഈവൻ ബിഫോർ ദ മൊസൈക് ലോ വാസ് ഗിവൺ, as a result of sin, even when there was no specific commandments to break, death reigned. Why? Because in Adam we all sinned. One man's disobedience affected the whole race. We all are fallen creatures. We all fell. And that fallenness is there in all of us. നമ്മൾ മനസ്സിലാക്കണം, ആദാമിൽ നിന്ന് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത ആ ഫാളൻനെസ് ഉണ്ടല്ലോ, അത് നമ്മളിൽ എല്ലാവരിലുമുണ്ട്. ആ ഫാളൻനെസ്സും പാപവും അതിൻ്റെ ഫലമായ ശാപങ്ങളും, ആ ശാപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം അതിൻ്റെ ഫലമായിട്ടുണ്ടായത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് ഇപ്പോൾ ഞാൻ പറയേണ്ട കാര്യം അല്ലെങ്കിൽ ഞാൻ പറയാം. ക്രിസ്തുവിൽ അതിൻ്റെ ആ റെസ്റ്റോറേഷനാണ് നടക്കുന്നത്. See, where Adam failed, where Adam disobeyed, the last Adam came. He restores everything. Instead of disobedience, he obeys. Instead of Adam having his own way, that is the essence of sin. Because in chapter 53 of Isaiah writes, we all have walked in our way. That is the essence of, I want to have my way. അതല്ലേ ആദാം എന്ത് ചെയ്തു? ആദാം അനുസരണക്കേട് കാണിച്ചു. ആദാമിന് തൻ്റെ വഴിയായിരുന്നു വിഷയം. പാപത്തിൻ്റെ സാരാംശം എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? എനിക്കെൻ്റെ, ഐ വാണ്ട് ടു ഹാവ് മൈ വേ, നോട്ട് ഗോഡ്സ് വേ. എനിക്ക് ദൈവത്തിൻ്റെ വഴിയല്ല നടക്കേണ്ടത്, എനിക്ക് എൻ്റെ വഴിയെ പോകണം. ഐസയ്യാ 53 ഓർക്കുന്നുണ്ടോ? നാം എല്ലാവരും ഏത് വഴിക്ക് തിരിഞ്ഞെന്നാ? താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞെന്നാ പറഞ്ഞേ. We all have turned to our own way. നമ്മുടെ വഴിക്ക് തിരിഞ്ഞു. ആ അകൃത്യങ്ങളെയാണ് കർത്താവ് എന്ത് ചെയ്തത്? പിതാവ് എന്ത് ചെയ്തത്? അവൻ്റെ മേൽ ചുമത്തി. നമ്മുടെ വഴിക്ക് നാം നടക്കാൻ ആഗ്രഹിച്ചു. Adam disobeyed. He wanted to have his way. Whereas Adam wanted, and he was told. Adam was told by the devil. And indeed, the devil himself, if we don't know what is the origin of devil, we don't know. But devil is there for sure. And in 1 John chapter 3 and verse 18, പിശാചിനെ കുറിച്ച്, അവൻ്റെ ഒറിജിനെ കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഡെവിളുണ്ട്. ഓക്കെ, ചിലർ യെശയ്യാവിൻ്റെ chapter 14 ആണെന്ന് പറയുന്നത്. I don't know, but I cannot agree with that, because that is about the king of Tyre. സോർ രാജാവിനെ കുറിച്ച് പറയുന്ന കാര്യമാണത്. എനിവേ, ഓക്കെ, be that as it may, let's see 1 John chapter 3 and verse
that 3 verse 13 onwards, എന്താ പിശാച് ആദ്യം മുതൽ കൊലപാതകൻ, ആ ഒരു വാക്യമുണ്ടല്ലോ, വേഴ്സ് 18. താങ്ക് യു. 8 സോറി 8. ഓക്കെ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ. അപ്പം പിശാച് എന്ത് ചെയ്യുന്നു? ആദ്യം മുതൽ. Paul is not concerned about the origin of sin here. He simply says, this all has happened because of the sin. And sin entered, which means sin was already there. When Adam sinned, sin was already there. But it entered. And from where it entered? In 1 John chapter 3 and verse 8, somebody can read in English, if you can help me with that. 1 John, okay. So, the devil, he sins from the beginning. So, from the beginning he sins. And from him, Adam, he inherited. And ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാകുന്ന ഒരു കാര്യം. Adam was told, you will be like God. Adam was told, or Eve was told, you will be like God. In other words, if that, anyway, the devil was such a proud being. And Paul later on writes that he was so proud, and that is why he was cast down. We read the implication in the pastoral epistles. Because you do not appoint a new Christian as an elder. He says that he may like devil fall when he become puffed up. Okay, so let him learn and let him be a disciple first. So in that passage, Paul says it was pride. Pride was the undoing of devil. Okay, so the devil, he sins from the beginning. And from him, he wanted to be proud. He wanted to be everything. He wanted to be over everybody. He wanted to be heard. He wanted to be worshipped. All those things are there. And when devil injected that into Adam, he also wanted to have his way. His way. But just think about our Lord Jesus Christ. When he came to reverse all this, ഇതെല്ലാം അതിനെയെല്ലാം റിവേഴ്സ് ചെയ്യുവാൻ നമ്മുടെ കർത്താവ് വന്നപ്പം ആദാമിന് അവൻ്റെ വഴിയെ നടക്കണമായിരുന്നു. അതായിരുന്നു പാപം. അവന് ദൈവത്തെ പോലെ ആകണമായിരുന്നു. ഈ കാര്യം അങ്ങനെ ആണെന്നെങ്കിൽ കർത്താവ് വന്നപ്പോൾ എന്തോ ചെയ്തു? കർത്താവ് അവിടുന്ന് താഴോട്ടിറങ്ങി. ഹി ഹംബിൾഡ് ഹിംസെൽഫ്. When the Lord came to reverse what was done through Adam, it is written, he humbled himself. Whereas Adam wanted to exalt himself. He wanted to have his way. He disobeyed. Whereas Jesus Christ, he obeyed. Even he obeyed until the point of death. Death on a cross. ആദാം ചെയ്തു കൂട്ടിയത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായപ്പോൾ ആദാം ചെയ്തു കൂട്ടിയതിനെ റിവേഴ്സ് ചെയ്യാൻ കർത്താവ് വന്നപ്പോൾ കർത്താവ് മോളിൽ നിന്ന് താഴോട്ടിറങ്ങി വരികയായിരുന്നു. ഹംബിൾഡ് ഹിംസെൽഫ്.
ഹ്യൂമിലിറ്റിയിലൂടെയാണ് കർത്താവ് നമ്മെ വീണ്ടെടുക്കുന്നത്. ആ കർത്താവിൻ്റെ ആക്ഷനിലൂടെയാണ്, ആ പ്രവൃത്തിയിലൂടെയാണ് ദൈവം നമുക്ക് ഈ വീണ്ടെടുപ്പ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, എങ്കിലും വേഴ്സ് 14, എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്ന് പറഞ്ഞാൽ ആരാ പാപം ചെയ്യാത്തവർ? ദർ ഈസ് നോ വിസിബിൾ ആക്ഷൻസ്. അതാ ആക്ഷൻ. സോ ദർ ഈസ് നോ ആക്ഷൻ ഓഫ് സിൻ. ഈവൻ ദെൻ ഡെത്ത് reigned. Why? Because sin was reigning. പാപം വാഴ്ച ചെയ്യുന്നതുകൊണ്ട്, പാപമെന്ന ആ ടൈറന്റ് മനുഷ്യനെ വാഴുന്നതുകൊണ്ട്, മനുഷ്യൻ പാപപ്രവൃത്തിയിൽ ആ പാപ സ്വഭാവം നിമിത്തം അവനാകുന്നതുകൊണ്ട്, എന്തിനേറെ പാപപ്രവൃത്തി ചെയ്യാത്തവരിലും മരണം വ്യാപരിക്കുന്നു. കാരണം പാപപ്രകൃതം മനുഷ്യനിലുണ്ട്. Even people who do not have, little children who die. Why? Because of sin. Death reigns. Death reigns. Although they haven't done anything, sin nature is there. That is the plight of humanity in Adam. But when Christ comes, he is undoing all that has been done through Adam. ആദാമിൽ സംഭവിച്ചതിൻ്റെ എല്ലാം റെസ്റ്റോറേഷൻ ആകട്ടോ. അതുകൊണ്ടാ ക്രിസ്തുവിൽ ഒരുവനായി കഴിയുമ്പോൾ, ആദാം തൻ്റെ വഴിക്ക് നടക്കാൻ ആഗ്രഹിച്ചെങ്കിൽ ക്രിസ്തുവിലായി കഴിയുമ്പോൾ ഇനിയും ഞാനല്ല ക്രിസ്തു എന്നെ ജീവിക്കുന്നെന്ന് പറയാൻ തുടങ്ങുന്നത്. നോക്കണം, ആദാമിൽ നഷ്ടപ്പെട്ടു പോയ ആ ദൈവസ്വരൂപം, because man was created in the image and likeness of God. What does it mean? The image and likeness, it doesn't simply mean our physical likeness. No. The image and likeness is the moral likeness to God. Because when God created man, he was loving. And all those good qualities, good attributes, that beautiful attributes of God, all those communicable attributes was there in man. And because of sin, ആ പാപം, ദൈവത്തിൻ്റെ ആ വിശേഷപ്പെട്ട സ്വഭാവങ്ങൾ, മനുഷ്യന് പകർന്നു കൊടുക്കാൻ കഴിയുന്ന സ്വഭാവങ്ങൾ എന്തൊക്കെയാണത്? ദൈവത്തിൻ്റെ അടിസ്ഥാനപരമാകുന്ന സവിശേഷതകളുണ്ട്. ദൈവം സർവജ്ഞാനിയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എല്ലാം അറിയാം. ദൈവത്തിന് എല്ലായിടത്തും, ഗോഡ് ഈസ് എവ്രിവെയർ, ദൈവം എല്ലായിടത്തും ഉണ്ട്. പിന്നെ ദൈവം സർവശക്തനാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്. ഈ ആട്രിബ്യൂട്ട്സ് മനുഷ്യനില്ല. എന്നാൽ ദൈവം സ്നേഹമാണ്. ഗോഡ് ഗേവ് ദാറ്റ്. ദൈവം വിശുദ്ധനാണ്. God gave that to man. See, there are some basic attributes of God. God is almighty, all omnipresent. He is omniscient. He knows everything, and his presence is everywhere. These are incommunicable attributes which man do not have, even in that perfect created state of Adam. Whereas God gave those communicable attributes such as love, holiness, righteousness, compassion. Every beautiful attributes of God were given to man. But when sin entered, everything shattered. Everything shattered.
So what is happening in Christ? Christ is redeeming everything. Okay? അത് ഈ രണ്ട് ഹ്യൂമാനിറ്റിയിലുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു ഹ്യൂമാനിറ്റി ആദമിൽ, മറ്റേ ഹ്യൂമാനിറ്റി എവിടാ? ക്രിസ്തുവിൽ. ക്രിസ്തുവിലുള്ള ഹ്യൂമാനിറ്റിയുടെ ക്വാളിറ്റി എന്തായിരിക്കണമെന്നറിയാമോ? വാട്ട് ഈസ് ലോസ്റ്റ് ഇൻ ആഡം, വാട്ട് ഈസ് ദ ക്വാളിറ്റി ഓഫ് ദ ഹ്യൂമാനിറ്റി ഇൻ ജീസസ്, ഇൻ ക്രൈസ്റ്റ്? The quality is this, that what is lost in Adam is redeemed in Christ. We lost. We wanted to have our way. But when you come to Christ, we are conformed to the image of the Lord, who said, not my will, but Father, your will. Have your way. Do we experience that? Are you in Adam or are you in Christ? Where are we? നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. നമ്മൾ ആദാമിലാണോ ക്രിസ്തുവിലാണോ? ക്രിസ്തുവിലാണെങ്കിൽ ആദാം കളഞ്ഞു കുളിച്ചത് ക്രിസ്തു റെഡീം ചെയ്യുക. ആ റെഡീം ചെയ്യുന്നത് നമ്മളുണ്ടോ? വിശുദ്ധിയും നീതിയും. നിങ്ങൾ ചിന്തിക്കുക, ഇത് വാക്യമുണ്ട്. ഒറ്റ വാക്യം വായിച്ചു നമുക്ക് സമയത്ത് തന്നെ അവസാനിപ്പിക്കാം. 2 വാക്യങ്ങൾ. എഫേസ്യ ലേഖനം, ലെറ്റ്സ് റീഡ് Ephesians chapter 4 and verse 23 and 24. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ, so that you put on the previous verse, that you put on the new self created after the likeness of God. And what is that likeness? In true righteousness and holiness. Next verse. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന, and then you speak the truth. So truth, holiness and righteousness. Verse 24. All these things are there. That is the likeness of Christ. ദൈവാനുരൂപത എന്താ? നീതി, വിശുദ്ധി. ആ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ. So when you are in Christ, this is what it is. And read also Colossians chapter 3, 9 and 10. 3, 9 and 10. അന്യോന്യം ഫോഷ്ക്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. It is gone. പഴയ മനുഷ്യൻ എന്ത് ചെയ്തു? ആദാമിൽ ഉണ്ടായിരുന്ന എന്ത് ചെയ്തു? ഉരിഞ്ഞു കളഞ്ഞു. പ്രവൃത്തികളല്ല, ആദാമിൽ ഉണ്ടായിരുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, അത് പിന്നെ ഹാൻഡിയാക്കി കൊണ്ടുവരരുത്. പലരും എന്തിനാണെന്നറിയത് വെച്ചേക്കുന്നത്? അവസരം വരുമ്പം ഇടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ആദാം ഉണ്ടേലേ പറ്റൂ. ആദാമില്ല, പറ്റുകയില്ല. ക്രിസ്തുവിൽ പറ്റുകയില്ല. ക്രിസ്തുവിൽ വഴക്കിടാൻ പറ്റുമോ? ക്രിസ്തുവിൽ അൺറൈച്ചസ്നെതിരെ ഒരു ഹോളി റാത്തുണ്ടാകും, ഹോളി ആങ്കർ ഉണ്ടാകും. അത്രേ ഉണ്ടാകത്തുള്ളൂ. ആ ഹോളി ആങ്കർ എൻ്റെ ഫിറ്റ് ഓഫ് റേജ് ഒന്നുമല്ല. ആ ഹോളി ആങ്കർ ആർക്കും നേരെ ആങ്കർ ആകുന്നു അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. നോക്കണം, ഒന്ന് വായിച്ചേ. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. നിങ്ങൾ എന്തോ ചെയ്തു? തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ എന്നൊക്കെ പറഞ്ഞു എന്നാ? നെക്സ്റ്റ് വേഴ്സ്, ഡു നോട്ട്, ഓക്കെ, യു ഹാവ് പുട്ട് ഓൺ ദ ന്യൂ സെൽഫ് വിച്ച് ഈസ് ബീങ് റിന്യൂവ്ഡ് ഇൻ ദ നോളജ് after the image of its creator. Who is the creator here? God, Christ. ആദാമിനെ അവൻ്റെ സാദൃശ്യത്തിൽ, ഇമേജ് ആൻഡ് ലൈക്ക്നെസ്,
നിങ്ങൾ വായിക്കുന്നുണ്ടോ? ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഇതാ. ആദാമിന് ആ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്സാ അനുസരണക്കേട് നിമിത്തം പാപവും മരണവും എല്ലാം വന്നു. അതിൻ്റെ ഫലമായിട്ടുള്ള സകല ശാപവും വന്നു. പക്ഷേ ക്രിസ്തുവിൽ എന്തോ ചെയ്യുക? പുട്ട് ഓൺ ദ ന്യൂ സെൽഫ് ഇൻ ദ ഇമേജ് ഓഫ് ഇറ്റ്സ് ക്രിയേറ്റർ, സ്ലോലി ബട്ട് സ്റ്റഡിലി. ഓക്കെ, നമ്മളത് മനസ്സിലാക്കണം. ഇത് എന്നും അതുപോലെ ആണെങ്കിൽ സംശയിക്കണം, ആദാമിലാണോ ക്രിസ്തുവിലാണോ എന്ന് സംശയിക്കണം. ഓക്കെ, നമുക്കെല്ലാവർക്കും പല കുഴപ്പങ്ങളുണ്ട്, ഒത്തിരി കുഴപ്പങ്ങളുണ്ട്, ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. ഈ മൂക്കത്ത് ഈച്ച വന്നിരുന്നാൽ വാളുകൊണ്ട് വെട്ടുന്ന കുട്ടികളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അതോ കുറഞ്ഞിട്ടുണ്ടോ? ഇച്ചിരി കുറവ് വന്നിട്ടുണ്ടോ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദാമിലാണോ ക്രിസ്തുവിലാണോ? ആദാമിലാണെങ്കിൽ ഇത് വൾസായിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം, വലിയൊരു പ്രശ്നം കേട്ടോ, പ്രത്യേകിച്ച് നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് ദൈവം സഹായിച്ച് നമ്മൾ ഈ പ്രായം കൂടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇത് കൂടത്തേ ഉള്ളൂ. എന്നാൽ ക്രിസ്തുവിന് ഏജിങ് ഗ്രേസ്ഫുള്ളി, നമ്മൾ ഗ്രേസ്ഫുള്ളി ഏജ് ചെയ്യണമെങ്കിൽ we need to put on the image of Christ, more and more Christ as the days go by. ഓരോ ദിവസം കഴിയുമ്പോഴും ക്രിസ്തു. അല്ലെങ്കിൽ ഈ കുന്നായ്മയും കുശുമ്പും ഈ പരദൂഷണം ഇത് കൂടി വരത്തേ ഉള്ളൂ. ഇപ്പം സ്റ്റോപ്പ് ചെയ്തോണം, ഇന്ന് രാത്രി സ്റ്റോപ്പ് ചെയ്തോണം ക്രിസ്തുവിൽ. കാരണം ഇത് കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. ആദാമിലാണോ നമ്മൾ ക്രിസ്തുവിലാണോ നമ്മൾ ഡിസൈഡ് ചെയ്യണം. ക്രിസ്തുവിലാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപപ്പെടും. ആദാമിലാണെങ്കിൽ ആദാമിൻ്റെ ആ ഡൗൺവേർഡ് താഴോട്ടുള്ളതാകുന്ന ആ സ്ലിപ്പറി സ്ലോപ്പിൽ നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ വെദർ വി ആർ ഇൻ ആഡം, ഇഫ് യു ആർ ഇൻ ആഡം, you will slide down the slippery slope. More of Adam in you. Whereas if you are in Christ, then more of Christ in you. Where are we today? Because it affects one man's action. Either the disobedience in the Garden of Eden or the obedience in that Garden of Gethsemane. Which is it? ഏദൻ തോട്ടത്തിലെ അനുസരണക്കേടിൻ്റെ ഫലം കൊണ്ടുള്ളതാണോ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്? അതോ ഗെത്സമനയിലെ അനുസരണത്തിൻ്റെ ഫലമായിട്ടുള്ള അതാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? മേ ഗോഡ് ബ്ലെസ് us. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കും. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ നമ്മൾക്കത് ചിന്തിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓടിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് വളരെ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു വേദഭാഗമാണ്. അപ്പോൾ ഈ വേദഭാഗം എടുത്തേച്ച് നമ്മുടെ ഇടയിൽ ചില ബിരുദന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആദാമിൽ എല്ലാവരും മരിച്ചു, അപ്പോൾ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടുന്നു, അപ്പോൾ എല്ലാവരും അങ്ങ് രക്ഷിക്കപ്പെടുമെന്നൊക്കെ പറയുന്ന ചില ബിരുദന്മാർ നമ്മുടെ ഇടയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കൃത്യമായ ദൈവവചനത്തിൻ്റെ എക്സ്പോസിഷൻ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ദൈവം അനുവദിച്ചാൽ നമുക്കത് ചെയ്യാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ.ഒ. സ്റ്റീഫൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും ആശീർവാദത്തോടെ.